ഈ ചായ കാപ്പിയൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നിത്യഭാഗമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. നമ്മൾ പല തരത്തിലുള്ള ഫ്ലേവറുകൾ നമ്മൾ ഇതിനകത്ത് ട്രൈ ചെയ്യാറുള്ളതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സ്പെഷ്യൽ ചായ ആയിട്ടാണ് ഞാനിന്ന് സിത്തൺ മെനുവിൽ വന്നിരിക്കുന്നത്. ഈ ടീ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് ഫ്ലേവറുകളൊക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു ഓപ്ഷനാണ് ഈ സിനമൺ ടീ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അതിന് മുമ്പേ ഈ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഞാൻ നീത്തു. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ഈ സ്പെഷ്യൽ സിനമൺ ടീ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 ഗ്ലാസ്, ഒരു വലിയ ഗ്ലാസിൻ്റെ 1/4 ഗ്ലാസ് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെയും പാലിൻ്റെയും ഒരു റേഷ്യോ പറയുന്നത് ഓരോരാളുടെയും വീടുകളിൽ വ്യത്യാസമായിട്ടായിരിക്കും ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ ചിലവർ നല്ല പാലിൽ, നല്ല കട്ടിയുള്ള പാലിൽ ചായ ഇട്ട് കുടിക്കാറുണ്ട്. അപ്പോൾ ചിലർക്ക് അത്ര തിക്കായിട്ടുള്ള ചായ വേണ്ടി വരില്ല, നല്ല ലൂസായിട്ടുള്ള ചായ ആയിരിക്കും ഇഷ്ടം. അപ്പോൾ അത് നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്നത് ആ രീതി ഫോളോ ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ ഒരു വലിയ ഗ്ലാസ്സിനുള്ള അളവാണ് ഞാനിപ്പോൾ പറയുന്നത്. അതിൽ ഞാൻ 1/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ 3/4 ഗ്ലാസ് പാലും എടുത്തിട്ടുണ്ട്. ഈ പാൽ അത്യാവശ്യം നല്ല കൊഴുപ്പുള്ള പാലാണ്. അപ്പോൾ ഈ ഒരളവിലാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന രീതിക്ക് അനുസരിച്ചിട്ട് വ്യത്യാസം വരുത്താവുന്നതാണ്. ഇനി നമുക്ക് ആദ്യം ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ഇപ്പോൾ ചെറുതായിട്ട് ചൂടാവുന്നത് വരെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ പാലൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് പാല് ഏകദേശം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഒരു ഏലക്കായി ഞാൻ എടുക്കുവാണ്. അപ്പോൾ ഈ ഏലക്കായി ഇടുന്നത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പട്ട അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്ലേവറുള്ള ഒരു സ്പൈസാണ് അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏലക്ക എടുത്തിട്ടുള്ളത്. ഏലക്ക ഒന്ന് ചതച്ചിട്ട് അതിനകത്തുള്ള കുരു മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് ഇടാം. എനിക്ക് അധികം ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുരു മാത്രം എടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് ഏലക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേപോലെ ഞാനൊരു 3-4 ചെറിയ കഷ്ണം പട്ട ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ പട്ട എടുക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഞാൻ ഗരം മസാല ഉണ്ടാക്കുന്ന ഒരു വീഡിയോനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഒറിജിനൽ പട്ട, അതായത് സിനമണും നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റും തമ്മിലുള്ള വ്യത്യാസം ഞാൻ അതിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പം നല്ല ഒറിജിനൽ പട്ട തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം മറ്റേ ഡ്യൂപ്ലിക്കേറ്റിന് അതിൻ്റേതായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുമെന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത്. എനിക്കതിൻ്റെ കാര്യം കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയുള്ള പട്ട തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഈ പട്ട കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് ഈ പാലൊന്ന് നന്നായിട്ട് തിളപ്പിക്കണം. അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നമ്മളുടെ പാലിലേക്ക് ഊറി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏകദേശം ഒരു 3 മുതൽ 4 മിനിറ്റ് വരെ ചെറിയ തീയിൽ ഒന്നിത് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ തന്നെ നല്ലൊരു മണം വരാൻ തുടങ്ങും. അപ്പോൾ ആ മണം വരുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ചെറിയ തീയിലിട്ടിട്ട്, ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിളപ്പിക്കരുത് കേട്ടോ, എല്ലാം കൂടെ കുറുകി പോവും. അപ്പോൾ ആ ഒരു നല്ലൊരു ഫ്ലേവർ വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് തേയില അല്ലെങ്കിൽ ചായപ്പൊടി ചേർക്കാം. ഇതിൻ്റെ അളവ് നിങ്ങൾ ഉണ്ടാക്കുന്ന, അതായത് നിങ്ങൾക്ക് എത്രത്തോളം സ്ട്രോങ് ആയിട്ട് വേണം അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ പൊടി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 2 സ്പൂണ് തേയില പൊടി അല്ലെങ്കിൽ ചായപ്പൊടി, ഞാൻ ചായപ്പൊടി എന്നാണ് പറയാറ്, അതുകൊണ്ട് ചായപ്പൊടി 2 സ്പൂണ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം കടുപ്പമുള്ള രീതിയിലാണ് ഞാനിപ്പോൾ, ഒരു മീഡിയം രീതിയിലാണ് ഞാനിപ്പോൾ പൊടി ഇട്ടിട്ടുള്ളത്. പിന്നെ ഈ പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളൊന്ന് തിളപ്പിക്കണം. അപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ടൊരു 3 മുതൽ 4 മിനിറ്റ് വരെ ഒന്ന് ചെറിയ തീയിലൊന്ന് ചൂടാക്കുക. അപ്പോൾ ചിലർക്ക് ഒരുപാട് തിളപ്പിച്ച ചായ ആയിരിക്കും ഇഷ്ടം, വേറെ കുറേ പേർക്ക് അധികം തിളപ്പിക്കാത്ത ചായ ആയിരിക്കും ഇഷ്ടം. അതിൻ്റെ രണ്ടിൻ്റെയും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും, നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കടുപ്പം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരുപാട് നേരം നമ്മളിട്ട് കുറുക്കി എടുക്കുന്ന സമയത്ത് നല്ല കടുപ്പത്തിലുള്ള ചായ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ കുറച്ച് നേരം തിളപ്പിക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള കടുപ്പം കുറവായിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചായ ഇപ്പോൾ ഏകദേശം നന്നായിട്ട് തിളച്ച് പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പഞ്ചസാര ചേർക്കാത്തതിൻ്റെ കാരണം നമ്മളുടെ ആ തേയിലയുടെ പൊടിയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ആ മധുരം അതിനകത്തേക്ക് അബ്സോർബ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്.
അപ്പോൾ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് പഞ്ചസാരയൊക്കെ അലിഞ്ഞതിന് ശേഷം നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ ചായ കുടിക്കാവുന്നതാണ്. അപ്പോൾ ഈ ചായ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നമ്മുടെ സ്പെഷ്യൽ സിനമൺ ടീ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുന്നൊന്നും ഞാൻ പറയില്ല, ഒരു ഫ്ലേവർ, അതായത് നമ്മുടെ ചായയിൽ നല്ല ഫ്ലേവർ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലേവർ ട്രൈ ചെയ്യുന്നവർക്ക് ഉറപ്പായാലും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഈ സ്പെഷ്യൽ സിനമൺ ടീ. ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാം. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്